പാനൂർ ഗുരുസന്നിധിയുടെ 43-ാം വാർഷിക മഹോത്സവത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ഈ പ്രദേശത്തെ മുഴുവൻ അമ്മമാർക്കും ഗുരുജനങ്ങൾക്കും പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾക്കും ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്കും ഈ നാട്ടിലെ പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും ഈ വാർഷികത്തിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ ഞാൻ ആദ്യമേ നേരാൻ ആഗ്രഹിക്കുക. പാർലമെൻറ്റിൻ്റെ സമ്മേളനം നടക്കുന്നതുകൊണ്ട് ആകെ ആഴ്ചയിൽ കിട്ടുന്ന ഒരു ദിവസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദിവസം പരമാവധി സ്ഥലങ്ങളിൽ ഓടിയെത്താൻ ശ്രമിച്ചിരുന്ന രാവിലെ 5:15 യാത്ര തുടങ്ങിയതാണ്. ഒരു 7-8 മണിയാകുമ്പോഴത്തേക്കും ഇവിടുത്തെ പൊതുസമ്മേളനം അവസാനിക്കുന്നതിന് മുമ്പ് എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ എത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇതിന് ശേഷം പങ്കെടുക്കാനുള്ള 3 പരിപാടികൾ 2 റദ്ദ് ചെയ്തിട്ട് ഇവിടെ എത്തിച്ചേരാൻ ശ്രമിച്ചു. എന്നാലും ഞാൻ വൈകിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിക്കാം. മാത്രമല്ല, സാംസ്കാരികോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള കലാപരിപാടികൾ ആരംഭിച്ചിരിക്കുന്ന സമയത്ത് ഈ കസേരയിലിരിക്കുന്ന മുഴുവൻ ആളുകളെയും വേദിയൊക്കെ കണ്ടിട്ട് വീണ്ടും ഒരു പ്രസംഗ പരമ്പരയിലേക്ക് സദസ്സ് മാറുകയാണോ എന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല. ഞങ്ങൾ ആരും ദീർഘമായി പ്രസംഗിക്കുന്നില്ല. ഞാൻ ഉൾപ്പെടെ ചുരുക്കം വാക്കുകളിൽ സ്നേഹാശംസകൾ മാത്രം നേർന്ന് പ്രസംഗം അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഗുരുസന്നിധിയുടെ 43-ാം വാർഷികത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാർപ്പാപ്പയുടെ ഒരു പ്രസ്താവന നമ്മളെല്ലാവരും വായിച്ചു. ലോകത്തിന് മുഴുവൻ വെളിച്ചമായ ചിന്തയുടെ ഉത്ഭവ കേന്ദ്രമായി ഗുരുദേവനെ ലോകം വാഴ്ത്തുന്ന ഒരു കാലത്താണ് നമ്മളെല്ലാവരും ചേർന്നിരിക്കുന്നത്. ഗുരുദേവന്റെ ചിന്തകളും ഗുരുദേവൻ പകർന്നു നൽകിയ പാഠങ്ങളും അത് വർഷം പഴകും തോറും മാഞ്ഞു പോകുന്ന ഒന്നായിട്ടല്ല, കാലം മുന്നോട്ട് പോകുന്തോറും അപ്രസക്തമാകുന്ന ഒരു ചിന്തയായിട്ടല്ല, പതിറ്റാണ്ടുകൾ മുന്നോട്ട് പോകുമ്പോഴും പ്രായോഗികത നഷ്ടപ്പെടുന്ന ഒരു തരത്തിലുള്ള ആശയവുമായിട്ടല്ല മാറുന്നത്. ഗുരുദേവന്റെ ചിന്തകളും ഗുരുദേവൻ പകർന്നു നൽകിയ പാഠങ്ങളും നമ്മുടെ വർത്തമാനകാല ജീവിതത്തിലും ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭാവിയിലും ഈ ലോകത്തെ തന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മാനവികതയിലും ഓരോ നിമിഷവും അനുനിമിഷം അതിൻ്റെ പ്രസക്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചിന്തയാണ് എന്നുള്ള കാര്യത്തിന് ലോകം തന്നെ ഇന്ന് പലതരത്തിലുള്ള സാക്ഷികൾ നമ്മുടെ മുമ്പിൽ പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം ഗുരുദേവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ഗുരുദേവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഞാനും നിങ്ങളും മനസ്സിലാക്കിയത് തന്നെയാണ്. ഗുരുദേവനെ മനസ്സിലാക്കാൻ ഈ നാട്ടിൽ ആരുടെയും ഇടയിൽ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഇത്ര അയത്ന ലളിതമായി ഗഹനമായി ചിന്തകളെ ലോകവുമായി ഇവിടെ ആരെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്നു, നവോത്ഥാന ചിന്തകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് പല നൂറ്റാണ്ടുകളിൽ പല കാലങ്ങളിൽ ഉത്ഭവം ചെയ്തിട്ടുണ്ട്. ആ ഉത്ഭവം ചെയ്ത നവോത്ഥാന ചിന്തകളെയൊക്കെ ജനത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പലപ്പോഴും ഇന്റർപ്രറ്റേഴ്സിന്റെ, ഇടനിലക്കാരുടെ, ഇന്റർമീഡിയറ്റ്സിന്റെ ആവശ്യമുണ്ടായി. പക്ഷെ ലോകത്തെ ഏതൊരു പണ്ഡിതനും ലോകത്തെ ഏതൊരു പാമരനും ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയാവുന്ന ചിന്ത, എന്നാൽ അതിൻ്റെ ഗഹനമായ ചിന്തകളെ ഇത്ര ലളിതമായി അവതരിപ്പിച്ച് നവോത്ഥാന ചിന്തകളെ സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് ഇതുപോലെ കടത്തിവിടാൻ സാധിച്ച ഗുരുദേവനെ പോലെ മറ്റൊരാൾ ഈ ഭൂമുഖത്തുണ്ടായിട്ടില്ല എന്നുള്ളത് ചരിത്രം പഠിക്കുമ്പോൾ ഞാനും നിങ്ങളും തിരിച്ചറിയുകയാണ്. നിങ്ങൾക്കറിയാം, അന്നവസ്ത്രാദി മുട്ടാതെ നമ്മളെ കാത്തുകൊള്ളണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ ലോകത്തെ ജാതി ഏതാണെങ്കിലും മതം ഏതാണെങ്കിലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുമ്പോൾ, ഒരു ജാതി ഒരു മതം മനുഷ്യന് എന്ന് പറയുമ്പോൾ, ഈ നാടിൻ്റെ ഐക്യത്തെ കാക്കാൻ, ഈ